ദേവി തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അനുദിന മന്നയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാം ജീവിച്ചു തീർക്കുന്ന അല്ലെങ്കിൽ ജീവിക്കുന്ന ഈ ലോക ജീവിതത്തിനപ്പുറം മറ്റൊരു ലോകമുണ്ടെന്ന് തൻ്റെ ഉയർപ്പിലൂടെ നമുക്ക് കാണിച്ചു തന്ന ഈശോയുടെ ഉയർപ്പ് തിരുനാളിൻ്റെ മുന്നോടിയാണ് ഈ നോമ്പുകാലം. ഓരോ നോമ്പുകാലവും പുതിയ പുതിയ തീരുമാനങ്ങളുടെ പെയ്തിറങ്ങലാണ്. നമ്മുടെ തെറ്റുകൾ നമ്മൾ മനസ്സിലാക്കി ദുശീലത്തെ മാറ്റി നിർത്തി ഈശോയോട് അടുക്കുവാനും അല്ലെങ്കിൽ പ്രാർത്ഥനയും പരിത്യാഗവും വഴി ഈശോയോട് ചേരുവാനുമുള്ള ഒരു പരിശ്രമമാണ് ഓരോ നോമ്പുകാലം. ഇന്ന് നമുക്ക് വിചിന്തനത്തിനായി കിട്ടിയിരിക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായം 24 മുതൽ 30 വരെയുള്ള തിരുവചനങ്ങളാണ്. ഈ വാക്യങ്ങളിൽ നമുക്ക് സീറോഫിനോഷ്യൻ സ്ത്രീയുടെ വിശ്വാസത്തെ കാണാൻ സാധിക്കും. അവളുടെ വിശ്വാസം മൂലം അവളുടെ കൊച്ചുമകൾക്ക് കിട്ടിയിരിക്കുന്ന അശുദ്ധാത്മാവിൽ നിന്നുള്ള മോചനത്തെ കാണാൻ സാധിക്കും. കാൽവരി മലയിലേക്ക് സഞ്ചരിക്കാനുള്ള ഊർജം നമുക്ക് ലഭിക്കുന്നത് നോമ്പ് കാലഘട്ടത്തിലൂടെയാണ്. അവിടെ സഹനം മാത്രമല്ല, വിശ്വാസവും പ്രത്യാശയും പാപപരിഹാരവും നമുക്ക് കാണാൻ സാധിക്കുന്നു. പിന്നിട്ട വഴികളിലേക്ക് തിരിഞ്ഞു നോക്കി നമ്മുടെ തെറ്റുകൾ മനസ്സിലാക്കി കർത്താവിനോട് ചേർന്ന് നിൽക്കാൻ സർവശക്തനായ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഞാൻ പ്രാർത്ഥിക്കുന്നു.